അത് നമ്മളെയും ചുറ്റുമുള്ള ആളുകളെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായി കഴിയുമ്പോഴാണ് ഒരു അസുഖമായിട്ട് മാറുന്നത്. കുട്ടികളിൽ ഈ സ്വഭാവം കണ്ടുവരുമ്പോഴേ ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്ത് തിരിച്ചറിഞ്ഞു അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ നോക്കിയാലും ഇത് പോയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അല്ലെ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് OCD കുറിച്ച് സംസാരിക്കാം അല്ലേ ഡോക്ടറെ? ഓക്കെ ഡോക്ടർ, അപ്പോൾ ജന്മന OCD ഉള്ളവരുണ്ടാവും, അതല്ലെങ്കിൽ ബൈ അവരുടെ എന്തെങ്കിലും ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ വരുന്നതായിരിക്കും. അങ്ങനെ എന്തായിരിക്കും ഈ OCD കാരണം? സാധാരണഗതിയിൽ ഇങ്ങനെ OCD പലരിലും കണ്ടുവരുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകും. എൻവയറമെൻ്റൽ റീസൺസ് ഉണ്ടാകാം. ചിലപ്പോൾ ഒരു ട്രോമാറ്റിക് ഇൻസിഡൻസ് അവരുടെ ലൈഫിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത കാണുന്നുണ്ട്. ബയോളജിക്കൽ റീസൺസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ ഈ പറയുന്ന ഓർബിറ്റോ ഫ്രോണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളിൽ ഡിസ്റെഗുലേഷൻ വരികയോ അല്ലെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, അതുപോലെ തന്നെ ഡോപ്പമിൻ, സെറട്ടോണിൻ സിഗ്നൽസിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയോ ഡോപ്പമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കാണ് പലപ്പോൾ. അതുപോലെ തന്നെ അഡ്രിനാലിൻ ഗ്ലാൻഡിന് എന്തെങ്കിലും ഫങ്ഷൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൈറോയ്ഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഈ ആളുകൾക്ക് OCD വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കുട്ടിക്കാലത്ത് കണ്ടെത്തുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് പലപ്പോഴും OCD ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് പലപ്പോഴും വൈദ്യസഹായം തേടുന്നത് ഇതിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്തായിരിക്കുള്ളൂ. ഡോക്ടർ, അപ്പോൾ ഇത്തരത്തിൽ ഈ OCD ആണെന്ന് തിരിച്ചറിഞ്ഞു ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ഇതിനുള്ളത്? എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ സൈക്കോതെറാപ്പി ഉണ്ട് അതിന്. ഇപ്പോൾ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് ഈ പറയുന്ന മെഡിസിൻസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും ഒന്നിച്ചുള്ള ഒരു വൈദ്യസഹായം തന്നെയാണ് എപ്പോഴും നല്ലത്. പലപ്പോഴും സൈക്യാട്രിസ്റ്റിനോടൊപ്പം സൈക്കോളജിസ്റ്റ് കാണില്ല. പക്ഷേ അങ്ങനെ ഒരു ഐഡിയലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് വേണ്ടത്. രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ERP തെറാപ്പി എന്ന് പറയുന്നുണ്ട്. എക്സ്പോഷർ, നമ്മൾ എക്സ്പോഷർ കൊടുക്കുക. എക്സ്പോഷർ ആൻഡ് പ്രിവെൻഷൻ തെറാപ്പി എന്ന് പറയുന്നത് അല്ലേ? അതായത് ERP പ്രിവെൻഷൻ, അതായത് റെസ്പോൺസ് പ്രിവെൻഷൻ, എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി. അതായത് നമ്മൾക്കിപ്പോൾ ഒരു കയ്യിൽ അഴുക്ക് പറ്റിയ ഒരാൾക്ക്, OCD ഉള്ള ഒരാൾക്ക് എന്ത് സംഭവിക്കും? കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കയ്യിൽ അഴുക്കാകുന്ന ഒരു സാഹചര്യം പലപ്പോഴായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, എക്സ്പോഷർ കൂടുതൽ കൊടുക്കുക. ഇത് സൈക്കോതെറാപ്പിയിൽ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ OCD മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പേടിയൊക്കെ അകറ്റാനായിട്ടാണെങ്കിൽ, എന്ത് കാര്യത്തിലാണ് പേടിയെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ആ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ കയ്യിൽ അഴുക്കുണ്ടാകുമ്പോൾ പല പ്രാവശ്യം കൈ കഴുകാനായിട്ട് സമ്മതിക്കുകയും ചില സന്ദർഭങ്ങളിൽ കൈ കഴുകിയില്ലെങ്കിൽ എന്താ സംഭവിക്കണേ? അതിനൊന്ന് പ്രിവെൻറ്റ് ചെയ്ത് എന്താ കുഴപ്പം അല്ലേ? അപ്പോൾ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ്, ആ റെസ്പോൺസിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ പറഞ്ഞല്ലേ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഇതിൻ്റെ കൂടെ ചേരുന്നതാണ് CBT എന്ന് പറയുന്നൊരു തെറാപ്പി. CBT എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, കോഗ്നിഷൻ എന്ന് പറയുന്നത് എന്താ? ചിന്തകൾ. ഇപ്പോൾ ഇയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ ചിന്തകളാണ്. അയാളുടെ ആ ചിന്തകൾ എന്ത് ചെയ്യാൻ സാധിക്കണം? നമുക്ക് ശരിയായ രീതിയിലൊന്ന് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാലോ? ഇപ്പോൾ ഇതേപോലെ കയ്യിൽ അഴുക്ക് പറ്റിയാൽ വേറൊരാൾക്ക് ഇത് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവുകൾ ചിലപ്പോൾ ഈ പറയുന്ന ഇത്തരം ആളുകളുമായിട്ട് കൂടി അവർക്ക് ഒന്നിച്ച് ചേർന്ന് പോകാനായിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കണ്ടുപഠിക്കുകയല്ലേ. ഇപ്പോൾ ആ ഒരു ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് ആ വ്യക്തിയെ അവരെന്ത് ചെയ്യുക, ആ പെൺകുട്ടി അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം സാഹചര്യങ്ങൾ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഒരു സ്ട്രീറ്റിലുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ അത് ഈ പെൺകുട്ടി കഴിക്കുന്നുണ്ട്, ഇയാൾക്കൊരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇയാൾ കഴിക്കണം എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അത് മനസ്സിലായ ഒരു തിരിച്ചറിവുകൾ ഉണ്ടാകുകയാണ്. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. അത് കോഗ്നിഷനും ബിഹേവിയർ, അതായത് നമ്മളുടെ ചിന്തകളാണ് എപ്പോഴും എന്തായിട്ട് മാറുന്നത്? ബിഹേവിയറായിട്ട് മാറുന്നത് അല്ലേ? എൻ്റെ മനസ്സിൽ ഒരാളെ പറ്റി ദേഷ്യം ഉണ്ടെങ്കിൽ എൻ്റെ ബിഹേവിയർ അതുപോലെയായിട്ട് മാറും എന്ന് പറയുന്ന പോലെ ഈ അണുക്കൾ അവിടെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അണുക്കൾ ശരീരത്തിൽ കയറും, എനിക്ക് അസുഖം ഉണ്ടാകും എന്നുള്ള ചിന്ത, അത് തെറ്റായിട്ടുള്ള ചിന്തയാണെന്നുള്ളത് അയാൾ തിരിച്ചറിയണം. എന്നിട്ട് അയാളുടെ ചിന്തകളെ മാറ്റിക്കൊടുക്കുക. അതിനെയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഈ CBT വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള തെറാപ്പിയാണ്. ഒപ്പം SSRI എന്ന് പറയുന്ന മെഡിസിൻസാണ് സാധാരണ രീതിയിൽ സൈക്കാട്രിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈക്കോതെറാപ്പിയും
അതുപോലെ തന്നെ മെഡിക്കേഷനും രണ്ടും കൂടി ചേർന്നുള്ള ഒരു വൈദ്യസഹായം തന്നെ ചിലപ്പോൾ വലിയ ക്രിട്ടിക്കൽ, അതായത് കുറേ ക്രോണിക് സ്റ്റേജിലുള്ള OCDക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈക്കോതെറാപ്പിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBT എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അതോടൊപ്പം തന്നെ SSRIs എന്ന് പറയുന്ന സെലക്റ്റീവ് സെറോട്ടോണിൻ റൂപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മെഡിസിൻസ് ആണ് സാധാരണ സൈക്കാട്രിസ്റ്റുകൾ കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു സംഭവം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അറിയായിരിക്കും അല്ലേ? മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, അതായത് എപ്പോഴും നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതല്ല. അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ഒരു വളരെ പ്രമുഖമായിട്ടൊരു സ്ഥാപനത്തിൽ അയാൾ സ്റ്റോർ കീപ്പറാണ്. ഇയാൾക്ക് ഈ സ്റ്റോറ് ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം ഇയാൾ വന്ന് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിന്തകൾ വരാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇയാൾക്ക് വലിയ രീതിയിലുള്ള OCD ഒന്നും അയാൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തുടക്കത്തിലായിരുന്നു. പക്ഷേ ഇത് 1-2 തവണയല്ല, അതിൽ കൂടാൻ തുടങ്ങിയപ്പോൾ യാദൃശ്ചികമായിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, തിരിച്ചറിഞ്ഞു അതൊരു പ്രശ്നമാണ്, ജോലിയെ ബാധിക്കും അല്ലേ, ചുറ്റുമുള്ള ആളുകൾക്ക് എപ്പോൾ നോക്കിയാലും ഇത് പോയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അല്ലെ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചെറിയൊരു ടിപ്പാണ് പറഞ്ഞു കൊടുത്തത്. മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ കഥക് അടയ്ക്കുക. മൈൻഡ്ഫുള്ളായിട്ട് കഥക് അടയ്ക്കുക എന്ന് പറയുമ്പോൾ കഥക് അടച്ചതിന് ശേഷം അല്ലെങ്കിൽ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചത്തിൽ, തൽക്കാലം വേറെ ആരും ഉണ്ടാവില്ലല്ലോ, ഉച്ചത്തിൽ 2-3 തവണ എന്ത് ചെയ്യുക, ഞാൻ ഡോറ് ക്ലോസ് ചെയ്യുകയാണ്, ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു എന്ന് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം പ്രയോജനം, അദ്ദേഹത്തിന് വളരെയധികം പ്രയോജനം കിട്ടിയെന്ന് മാത്രമല്ല ആ ഒരു ഹാബിറ്റ് പിന്നീട് അങ്ങോട്ട് ഇല്ലാതായി ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായ ഒരു കാര്യമായിരുന്നു അത്. അതുപോലെ മറ്റൊന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മെഡിറ്റേഷൻ നമ്മൾ ഈ സൈക്കോതെറാപ്പിയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം അർഹിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിൽ നമ്മളുടെ മനസ്സും ഒക്കെ വളരെ ശാന്തമാകുക, പോലെ തന്നെ സെറട്ടോണിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടാനൊക്കെ നമുക്ക് മെഡിറ്റേഷനിലൂടെ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. കുട്ടികളിൽ ഈ സ്വഭാവം കണ്ടുവരുമ്പോഴേ അത് പാരൻസും അവരോട് ചേർന്നിരിക്കുന്ന ആൾക്കാരുമാണ് അത് പ്രത്യേകിച്ച്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ OCD നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ അസുഖമായിട്ടല്ല കേട്ടോ. ഈ OCD ട്രെയ്റ്റ്സ് ഉള്ള ആൾക്കാർ ഭയങ്കര പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കുള്ളൂ, പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. അവരിപ്പോൾ 10 മണിക്ക് വരാൻ പറഞ്ഞാൽ അവർ കറക്റ്റ് 9-9:30 ആകുമ്പോൾ തന്നെ അവർ ഉണ്ടാകും. ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു തീർക്കും. കാരണം അവർക്ക് പെർഫെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിൽ സമാധാനം കിട്ടില്ല. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കുള്ളൂ. എല്ലാ വീട് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വളരെ ഭംഗിയായിട്ട് വീട് അറേഞ്ച് ചെയ്യും, ബെഡ്റൂമിലെല്ലാം ഇതെല്ലാം ബെഡ്ഷീറ്റെല്ലാം നന്നായിട്ടൊക്കെ വിരിച്ചിട്ട്. പക്ഷേ അത് നമ്മളെയും ചുറ്റുമുള്ള ആളുകളെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായി കഴിയുമ്പോഴാണ് ഒരു അസുഖമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ കാണുകയാണെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ ചില ട്രെയ്റ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നല്ലതാണെന്ന് പറയാം.